കൊടുക്കണം എന്നുണ്ടായിരുന്നില്ലേ? പുതിയ ചാപ്റ്റർ PDF ഇല്ലാത്തവർ എടുത്ത് വെച്ചോളാൻ പറഞ്ഞില്ലായിരുന്നോ? അതിനു മുമ്പ് എന്തോ നോട്ട്സ് CSSD ആണ്. CSSD അത് 21th ചാപ്റ്റർ ആണ്. ശ്രീ റെക്കോർഡാണ്. എന്താടാ? മ്യൂട്ടാക്ക് റെക്കോർഡാണ്. ഓക്കെ സോറി. Good morning, ma'am. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ചാപ്റ്റർ എടുത്തു. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ ബ്ലഡ് ബാങ്ക്. 3 ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പൊ ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങി ഒരു 10-15 മിനിറ്റ് മുന്നേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഇന്നിപ്പോ നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. അതായത് നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ടില് എത്രയാണ് നമ്പർ നോക്കിക്കോളൂ കേട്ടോ. നോക്കുക, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. 21 ആണോ എന്ന് തോന്നുന്നു. ഓക്കെ, അത് നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ഹെഡ് 21 ആണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് CSSD. CSSD എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹെഡിങ് തന്നെ. നമുക്ക് എക്സ്പാൻഡഡ് ഫോം ഓഫ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇവിടെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകൾ, അവിടെ യൂസ് ചെയ്യുന്ന സർജിക്കലി ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ സർജറി ആണെങ്കിലും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവും ആ എക്യുപ്മെന്റ്സുകളൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? ആ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തു അണുവിമുക്തമാക്കുക. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുക. ആ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
CSSD equipments. സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. ക്ലിയർ ആണോ നോക്കിയേ? ക്ലിയർ ആണോ സ്ക്രീൻ? No. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? CSSD ആണ്. CSSD എന്ന് പറഞ്ഞ എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പേഷ്യന്റിന്റെ ഇത് എന്താ ചെയ്യുന്ന ഈ ഡിപ്പാർട്ട്മെന്റ്? ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യമുള്ളതെന്ന് അനുസരിച്ച് ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്ത് എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുക. നോക്കിയേ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. From an infection control view അനുസരിച്ച് എന്താണ് നമുക്ക്? It is necessary, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. To make sure that proper disinfection of surgical equipment is done. എക്യുപ്മെന്റ്സുകള് ഡിസിൻഫെക്ഷൻ പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മൾക്ക് ഉറപ്പുവരുത്തേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്തായിരിക്കണം? എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. എപ്പോഴും എന്താണ്? ഡിസിൻഫെക്ഷൻ, ഈ ജെർമ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം അണുവിമുക്തമാക്കിയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കിയേ, ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി ടൈൻഡ്. ടൈൻഡ് എന്ന് പറഞ്ഞ കണ്ടാമിനേറ്റഡ് തന്നെയാണ് മീനിങ്. മലിനമാക്കുക. ടൈൻഡ്, TAINTED, ടൈൻഡ്, കണ്ടാമിനേറ്റഡ്, മലിനമാകുക. If instruments are microbially tainted, ഈ ഇൻസ്ട്രുമെന്റ്സുകള്, അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകള് മലിനമാണെങ്കിലോ tainted ആണെങ്കിലോ this leads to an increased likelihood of contamination and later infection of the surgical wound. അപ്പൊ എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റുന്നു?
ആ വൂണ്ടിൽ കൂടെ, അപ്പൊ സർജറി ചെയ്യാൻ ആ സെയിം ഇൻസ്ട്രുമെന്റ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വൂണ്ടിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി ടൈൻഡ്, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ടൈൻഡ് ആണെങ്കിൽ, അത് മലിനമാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മലിനമാണെങ്കിൽ എന്താണ്, ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. സർജിക്കൽ വൂണ്ടിയുടെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? നോ.
ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
Hello? 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 Come on, can you hear? Hello, can you hear me? Yes, ma'am. Yes, ma'am. Hello. Yes, ma'am. Yes, ma'am. Okay. Yes, ma'am. കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? വീഡിയോ കാണുന്നുണ്ടോ? Yes, ma'am. പറ്റുന്നുണ്ട് മാം, പറ്റുന്നുണ്ട്. Yes, ma'am. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? Clear ആണ് ma'am. ഓക്കെ, Yes, ma'am. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മള് സ്റ്റാർട്ട് ചെയ്തോളൂ. ശ്രദ്ധിക്കുക, CSST ആണ് അല്ലെ? CSST. അപ്പൊ എന്താ നമ്മൾ CSST എന്ന് പറഞ്ഞേ? ബട്ട് മാം ചാപ്റ്ററിന്റെ PDF കാണുന്നില്ലല്ലോ. CSST എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളപ്പോ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ നമ്മൾ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. അപ്പൊ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷുവർ ആക്കണം ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ്, പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി, സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ? ഓക്കെ, ഓക്കെ. അപ്പൊ നോക്കാം. ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി ടൈൻഡ്, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ്
likelihood of contamination and later infection of the surgical wound. ആ സർജിക്കൽ വൂണ്ടിയുടെ ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി as the result, appropriate sterilization of surgical instrument is suggested as one of the basic and accepted measure against surgical site infection. അതൊന്ന് നിങ്ങളുടെ നോട്ടിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI. ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ നോക്കിയേ, as a result, appropriate sterilization of surgical instrument is suggested. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? appropriate sterilization of surgical instrument. പ്രോപ്പർ ആയിട്ട് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ളത് as one of the basic and accepted measure against surgical site infection. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരെ എഗനസ്റ്റ് ആയിട്ടുള്ള അടിസ്ഥാനവും ഈ അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു പറഞ്ഞിരിക്കുന്നത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് അതിന്റെ അടിസ്ഥാനവും അംഗീകൃതവുമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് CSSD നോക്കാം. വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD? The CSSD consists of those services within a hospital which accepts, store, process, distribute and control professional supplies and equipment, both sterile and non-sterile, and from all the department of the hospital for the care and safety of patient. CSSD എന്താ പറയുന്ന? The CSSD consists of those service within a hospital. ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള ഒരു സർവീസ് തന്നെയാണ് which accepts, stores. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും, അത് സ്റ്റോർ ചെയ്യും, പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അതെങ്ങനെയാ? ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ, സ്റ്റെറിലൈസ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. ഇത് എന്തിനാ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയുന്നത്? എന്തിനാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിന്റെ സുരക്ഷിതത്തിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. ഇനി അപ്പൊ CSSD എന്താന്നുള്ളത് നമ്മൾ ഒന്ന് ഷോർട്ട് ചെയ്ത് പറയാം. The Central Sterile Supply Department is responsible for preparing medical and surgical supplies and equipments so that they sterile and they ready for use in patient care. ഇത്രയും കാര്യമുള്ളൂ. നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് CSSD എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് ഹെഡിങ് എഴുതിക്കോ. ചാപ്റ്റർ 21 CSSD ഹെഡിങ് കൊടുക്കാം. ഒന്ന് ഷോർട്ട് ചെയ്ത് എഴുതാം നമുക്ക് CSSD എന്താണെന്നുള്ളത്. CSSD ഓക്കെ. The Central Sterile Supply Department, the CSSD അങ്ങനെ എഴുതിയാലും മതി. The Central Sterile Supply Department is responsible for preparing medical or surgical supplies. Medical
or surgical supplies and equipment, so that they are sterile, and ready for use in patient care. Okay, the Central Sterile Supply Department is responsible for preparing medical or surgical supplies and equipment so that they are sterile and ready for use in patient care. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ കെയർ ആൻഡ് സേഫ്റ്റി, സുരക്ഷിതത്തിലും സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് CSSTയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. നോക്കാം. To supply sterilized material. അപ്പൊ ഫസ്റ്റ് CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താ? ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങള്. To supply sterilized material. സപ്ലൈ ചെയ്യുക. To supply sterilized materials. രണ്ടാമത്തെ, to contribute a reduction in the incidence of hospital infection. ഹോസ്പിറ്റലില് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസിഡൻസ്, ആ സംഭവങ്ങൾ കുറയ്ക്കാനുള്ള സംഭാവനകൾ ചെയ്യുക. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ പറഞ്ഞേക്കുന്നത്? ടു കോൺട്രിബ്യൂട്ട്, സംഭാവന ചെയ്യുക. എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങള് അത് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാനുള്ള സംഭാവനകൾ ചെയ്യുക, കോൺട്രിബ്യൂഷൻ ചെയ്യുക. തേർഡ്, to avoid duplication of expensive equipments. avoid ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക. Duplication of expensive equipments. Expensive എന്ന് പറഞ്ഞാൽ എന്താ? വിലപിടിപ്പുള്ള, നല്ല വില കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഇപ്പൊ നമുക്കറിയാം ചില മെഷീൻസുകളും കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്കത് വാങ്ങാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് തന്നെ ഉപയോഗിക്കാം, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ എന്താ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം വാങ്ങുമ്പോൾ കുറയാവും, ആ എക്യുപ്മെന്റ് തന്നെ കുറയാവുകയും ചെയ്യും, നമ്മുടെ അതിൽ നിന്ന് കുറെ കാശും നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ആ എക്യുപ്മെന്റ്സുകളുടെ ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പ് ഒഴിവാക്കാൻ പറ്റും. അത് വീണ്ടും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ എന്താ പറയുന്നത്, തേർഡ് പോയിന്റ്, ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പ് ഒഴിവാക്കാൻ കഴിയും. നെക്സ്റ്റ്, ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, disinfection and sterilization process. എന്താ പറഞ്ഞേക്കുന്നത്? To keep the റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ് ക്ലീനിങ്ങിന്റെ എഫിഷ്യൻസി, പിന്നെ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അപ്പൊ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ക്ലീനിങ്ങിന്റെ എഫിഷ്യൻസി എത്രമാത്രം അത് ചെയ്യുന്നുണ്ട്, ഡിസിൻഫെക്ഷൻ നടത്തുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, അതിന്റെയൊക്കെ ആ എഫിഷ്യൻസി കീപ്പ് ചെയ്യും. ആ റെക്കോർഡുകൾ, എഫിഷ്യൻസി കാണിക്കുന്ന ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. To keep the records of efficiency of cleaning, disinfection and sterilization process. Next, fifth point, to exhibit and impose control necessary to avoid cross infection. To exhibit ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രദർശിപ്പിക്കുക. And impose ചെയ്യുക, ചുമത്തുക. Exhibit and impose controls necessary to avoid cross infection. എന്താണ് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രിവെന്റ് ചെയ്യുക, തടയുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക.
ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും അത് ഇമ്പോസ് ചെയ്യുകയും ചുമത്തുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ക്രോസ് ഇൻഫെക്ഷൻ ഈസ് ദ transfer of harmful microorganisms. Okay. അതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ടു എക്സിബിറ്റ് ആൻഡ് ഇൻവോൾവ്സ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ഇനി 6th one, to maintain an inventory of supplies and equipments. To maintain, നിലനിർത്തുക. ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ഇൻവെന്ററി എന്ന് വെച്ചാൽ പട്ടികകള്, ചരക്ക് പട്ടികകള്, വസ്തുവിവര പട്ടികകൾ എന്ന് പറയും. അതിന്റെ ആ പട്ടികകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. എത്രമാത്രം സപ്ലൈകൾ ഉണ്ട്, എത്രമാത്രം എക്യുപ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ അതിന്റെയൊക്കെ ആ ഇൻവെന്ററി ഒരു വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. ലാസ്റ്റ് 7th പോയിന്റ് നോക്കിയേ. ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. സ്റ്റാഫിനും പേഷ്യന്റിനും ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യുക, ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. ഇതൊക്കെയാണ് CSSBയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നത്. ഇത് വേഗം നോക്കി നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് കിട്ടാത്ത ഉണ്ടോ നോക്കട്ടോ. എല്ലാ പോയിന്റ്സ് ക്ലിയർ ആയോ? ഒന്ന് തമ്പടിച്ച് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസൈനിങ് ഓഫ് എ CSSD. ഡിസൈനിങ് എങ്ങനെയാണ് ഈ CSSD ഡിസൈനിങ് ചെയ്തേക്കുന്നത്? ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. Size and location of the CSSD differs according to hospital management. ഇത് ഇത്ര സൈസ് വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര വേണമെന്നൊന്നും ഇല്ല. അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അനുസരിച്ച് അതിന്റെ സൈസും അതിന്റെ ലൊക്കേഷനും വ്യത്യാസപ്പെടാം. ഇപ്പൊ നല്ല ഇതുള്ളതാണെങ്കിൽ ലാസ്റ്റ് 2 പോയിന്റ്സ് പ്ലീസ്. ലാസ്റ്റ് 2 പോയിന്റാ. 6th പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. സപ്ലൈ അവിടെ സപ്ലൈ ചെയ്യുന്നതിന്റെ സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ വിവിധ പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും എത്രമാത്രം എക്യുപ്മെന്റ്സ് ഉണ്ട്, എത്രമാത്രം സപ്ലൈ ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇൻവെന്ററി വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത് 7th വൺ എന്താ? ടു അറേഞ്ച് ദ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. സേഫ്റ്റി, അവര് പിന്നെ പേടിക്കണ്ടല്ലോ. പേഷ്യൻസ് ഫ്രീ ആണ്, ഈ എക്യുപ്മെന്റ്സുകളൊക്കെ കണ്ടാമിനേറ്റഡ് ആണ്, ഡീകണ്ടാമിനേറ്റഡ് ആണ്, എക്യുപ്മെന്റ്സുകളൊക്കെ അണുവിമുക്തമാണ്, സ്റ്റെറിലൈസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ അങ്ങനെ ആ പേഷ്യന്റിനും ആണെങ്കിലും സ്റ്റാഫിനാണെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി ഡിസൈനാ പറയുന്നത് ഇത്ര സൈസ് വേണമെന്നോ ഇവിടെ വേണമെന്നോ ഒന്നും പ്രത്യേകം അവിടെ എടുത്ത് ഇല്ല. എന്താണ്? The size and location of CSSD differ according to the hospital management. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ വെച്ചിട്ട് ഈ സൈസ് CSSDയുടെ സൈസും ലൊക്കേഷനും എങ്ങനെയാണ്? ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യാസമായിരിക്കും. It should be located near as possible to OT. OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ, A and E ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. A and E എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്. ഇതിനോടൊക്കെ അടുത്തായിരിക്കണം.
It should be located near as possible to operation theatre, accident and emergency department and wards. ഇതിനോടെല്ലാം എങ്ങനെയായിരിക്കണം, അടുത്തായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ആണെങ്കിലും സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് പെട്ടെന്ന് അവൈലബിൾ ആക്കാൻ വേണ്ടി, എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനോടൊക്കെ ചേർന്നായിരിക്കണം. The CSSD layout should be designed in UD directional flow. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. The CSSD layout should be designed in a UD directional flow. ഇതെങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്ന ലേഔട്ട്? UD ഡയറക്ഷണൽ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഇതുള്ളൂ. അതായത് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഒരു വഴിയിലാണ്, ഒരു സ്ഥലത്തേക്കൂടെയാണ്. കേൾക്കുന്നുണ്ട്? എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ എക്യുപ്മെന്റ്സുകൾ കൊടുക്കുന്നത് ഒരു വിൻഡോയിൽ കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പല സെക്ഷൻ ഉണ്ട് ഈ CSSDയിൽ. അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്, ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പല ഫങ്ഷണൽ ഏരിയയിലൂടെ കടന്നു പോയിട്ട് പല ഫങ്ഷണൽ ഏരിയയോടെ പോയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ വഴിയിലൂടെയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ വിൻഡോയിൽ കൂടെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് തിരിച്ചു കിട്ടൂല. അതുകൊണ്ടാണ് UD ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമുള്ളത്. UD ഡയറക്ഷണൽ ഫ്ലോ ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. The CSSD layout should be designed in a UD ഡയറക്ഷണൽ ഫ്ലോ. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ ഫ്ലോ. ഇനി മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗിലാണെങ്കിലോ the CSSD may be formed in the lower floor right under the OT. റൈറ്റ് എന്നാട്ടോ, RIGHT, തൊട്ട് താഴെ. അതെങ്ങനെയാ? ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. അപ്പൊ അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഈ എക്യുപ്മെന്റ്സുകൾ, ഈ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ തൊട്ട് താഴെ ആയിരിക്കണം CSSD എന്ന് പറയുന്നത്. Okay, in multi-stored building, the CSSD may be formed in the lower floor right under the OT. Operation theatre തൊട്ട് താഴെ ആയിരിക്കണം. Where the perpendicular movement will be the sixth possible movement of the material. എന്തിനു വേണ്ടിയിട്ടാ? ആ മെറ്റീരിയൽസിന്റെ പെർപെൻഡിക്കുലർ തൊട്ട് താഴെയാണ്, നേരെ മുകളിലേക്ക് എത്തിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് സാധ്യമാകുന്ന രീതിയിൽ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഈ CSSD ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന് റൈറ്റ് അണ്ടർ, തൊട്ട് താഴെ ആയിരിക്കണം. ഇനി ഇവിടെ നോക്കിയാൽ ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. അവിടെ 3 സോണുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. നോക്കിയേ, ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റില് 3 സ്റ്റോറുകള്. ലാസ്റ്റ് പാരഗ്രാഫോ ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ് ആണോ? അതായത് നമ്മൾ പറഞ്ഞത് എന്താ? CSSDയുടെ സൈസും ലൊക്കേഷനും എങ്ങനെയാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അത് സാധാരണയായിട്ട് എവിടെ ലൊക്കേറ്റ് ചെയ്ത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെയോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ് ഇതിനോടൊക്കെ ചേർത്തായിരിക്കണം. ഓക്കെ. ഇനി അതിന്റെ ഡിസൈൻ ലേഔട്ട് എങ്ങനെയായിരിക്കണം? ഒറ്റ UD ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കണം. UD ഡയറക്ഷണൽ ഫ്ലോ. ഇനി മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഈ CSSD ഡിപ്പാർട്ട്മെന്റ് എവിടെ ആയിരിക്കണം എന്നാ പറഞ്ഞേക്കണം? ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. അത് എന്തിനാ അങ്ങനെ കൊടുത്തേക്കുന്നത്? അപ്പൊ ഈ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത ഈ എക്യുപ്മെന്റ്സുകളൊക്കെ നേരെ മുകളിലേക്ക്, നേരെ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് നേരെ കൊടുക്കാൻ വേണ്ടിയിട്ടാ. വേറെ ദൂരെയൊക്കെ ആണെങ്കിൽ കുറെ ദൂരം കൊണ്ടുപോകണ്ടേ? ഇത് നേരെ ലംബമായിട്ട് താഴെയാണെങ്കിൽ നമുക്ക് നേരെ മുകളിലേക്ക് എത്തിക്കാം. അപ്പൊ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ CSSD എവിടെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി ദ സിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. നേരെ മെറ്റീരിയലിന്റെ മുകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ 3 സോണുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? 3 സോണുകൾ പേര് നോക്കണം. സോയിൽഡ് സോൺ,
ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. 3 സോണുകളായിട്ട് തിരിച്ചേക്കണ്ടേ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ ഈ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഇത് കണ്ടാമിനേറ്റ് ചെയ്യാത്തത് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് സോയിൽ സ്റ്റോൺ. പിന്നെ അത് വരുന്നത് ക്ലീൻ സോൺ, പിന്നെ അത് മാറുന്നത് ക്ലീൻ സോണിലേക്ക് മാറ്റും. പിന്നെ അത് എന്ത് ചെയ്യുന്നു, സ്റ്റെറൈൽ സോണിലേക്ക് മാറ്റും. 3 സോണുകൾ ഉണ്ട്. അതിന്റെ ഓരോ സോണിന്റെയും ഇടയ്ക്ക് എന്തുണ്ട്, ബാരിയേഴ്സ് ഉണ്ട്. അതിന്റെ ഓരോ സോണിന്റെ ഇടയ്ക്ക് ബാരിയർ ഉണ്ട്, ഓരോ തടസ്സമുണ്ട്. അത് തന്നെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് പ്ലാനിങ് ഓഫ് CSST. Okay, the materials or items from taint and germ-free area should not get mixed. ഈ germ-free ഏരിയയും taint contaminated ആയിട്ടുള്ള ഏരിയ തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. The materials or items from ഈ മെറ്റീരിയൽസുകള് ഈ നമ്മുടെ മലിനമായിട്ടുള്ള ടെയിന്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ, ആ മെറ്റീരിയൽസും അതുപോലെ ജെം ഫ്രീ ആക്കിയിട്ടുള്ള അത് ജെം ഫ്രീ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെറ്റീരിയൽ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. അത് മിക്സ് ചെയ്യാൻ പാടില്ല. There should be physical fencing between soiled, clean and sterile zone. അവിടെ എന്തുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, there should be physical fencing. അത് അവര് തമ്മിൽ എന്തുണ്ട്, ഒരു ഫിസിക്കൽ ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ബാരിയർ, തടസ്സം, ബാരിയർ ഉണ്ട് ബിറ്റ്വീൻ സോയിൽഡ്, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. ഈ 3 സോണുകൾ തമ്മിൽ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ ബാരിയർ ഉണ്ട്. സോ എന്തിനു വേണ്ടിയാ അങ്ങനെ ബാരിയർ വെച്ചേക്കുന്നത്? സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. അത് ക്രോസ് ഇൻഫെക്ഷൻ, അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സോണുകളുടെയും ഇടയിൽ ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആ റിസ്ക് അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സോണുകളുടെയും ഇടയിൽ ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. The floor should be smooth. ഇനി ഫ്ലോർ എങ്ങനെയായിരിക്കും നോക്കിയേ. The floor should be smooth, not skid and powerful. The floor എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, not skid തെന്നിപ്പോകാത്തതായിരിക്കണം, and powerful ആയിരിക്കണം. The floor should be smooth, non skid and powerful. Next, the clean area should be sustained at a positive pressure. ഈ clean area എങ്ങനെ നിലനിർത്തണം? Should be sustained at a positive pressure. ഒരു പോസിറ്റീവ് പ്രഷർ നിലനിർത്തണം. ആ ക്ലീൻ ഏരിയയിൽ ഒരു പോസിറ്റീവ് പ്രഷർ നിലനിർത്തണം. എന്ന് വെച്ചാൽ എന്താ, എപ്പോഴും ക്ലീൻഡ് ആണ്, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആ ഏരിയയിൽ നിലനിർത്തണം. The area of work should be made. ഇനി ആ വർക്ക് ഏരിയ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? മാർബിൾ, ഗ്രാനൈറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇതുകൊണ്ടൊക്കെ നമുക്ക് ആ ഏരിയ നിർമ്മിക്കാം. The area of work should be made of marble, granite, stainless steel. The sterilization must be arranged for autoclaving by steam as well as by gas. The sterilization എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? Arranged for autoclaving by steam as well as by gas. അത് നിങ്ങൾക്ക് പഠിക്കാൻ അടുത്ത ഇതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് 2-3 മെത്തേഡ് വരുന്നുണ്ട്. അതിന് നമുക്ക് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യുക, നീരാവി ഉപയോഗിച്ചിട്ട് ഈ മെറ്റീരിയലുകൾ സ്റ്റെറിലൈസ് ചെയ്യുക. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഓട്ടോക്ലേവില് ഉപയോഗിക്കുന്നത്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സ് ഉണ്ട്. അതിന് സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിന് സ്റ്റീം ചെയ്യിച്ചിട്ടാണ് എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേക്കണേ? അറേഞ്ച്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം ആസ് വെൽ ആസ് ബൈ ഗ്യാസ്. അല്ലെങ്കിലോ ഇങ്ങനെ ഗ്യാസ് വഴി സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അതായത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മള് ഈ ട്യൂബ് ഒക്കെ കത്തീറ്റർ, അങ്ങനെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അങ്ങനെയുള്ള സാധനം സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ സ്റ്റീം വെച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ചീത്തയായി പോണ മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനെയുള്ളത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്.
അത് ഡീറ്റെയിൽ പഠിക്കാണ്ട്, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പൊ സ്റ്റെറിലൈസേഷൻ എങ്ങനെ ചെയ്യാം? ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം, സ്റ്റീം വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴിയും ചെയ്യാം. ഓട്ടോക്ലേവ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാറുണ്ട് കേട്ടോ. ഓട്ടോക്ലേവ് അടുത്ത പേജ്, 2 പേജ് കഴിയുമ്പോൾ ഓട്ടോക്ലേവ് ഉണ്ട്. അത്രയും ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവുകൾ ഉണ്ട്. അതെന്താ? സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. അതിന് സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. എന്താ? സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യുക. അതാണ് ഓട്ടോക്ലേവിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താം. നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ കണ്ടോ ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഓട്ടോമാറ്റഡ്, സിമ്പിള്, ഫ്ലാഷ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ നമുക്ക് എന്താണ് നോട്ട് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് കുറച്ച് സമയം പോയില്ലേ, അടുത്ത ക്ലാസ്സിൽ ഞാൻ നോട്ട് തരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർഷൻ ഒട്ടും ആവില്ല. നമ്മളിപ്പോ ഒരു അരമണിക്കൂറോളം ഏകദേശം നമ്മുടെ പോർഷൻ ഇവിടത്തെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പോയി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എക്സ്ട്രാ എടുക്കാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആ പോർഷൻ അവിടെ നിൽക്കും. അടുത്ത ദിവസം ഞാൻ തരാം. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്? അപ്പൊ സ്റ്റെറിലൈസേഷൻ എങ്ങനെ ചെയ്യാം? ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം ആസ് വെൽ ആസ് ബൈ ഗ്യാസ് വഴി ചെയ്യാം. ഇനി ഇവിടെ വർക്ക് ഫ്ലോ ഓഫ് CSST, ഇത് ഇങ്ങനെ തന്നെ പഠിക്കാനുള്ളതുള്ളൂ. വർക്ക് ഫ്ലോ നോക്കിയേ. ഇതിന് ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ താഴേക്ക് അല്ലെങ്കിൽ നേരെയാണെങ്കിൽ ആരോ മാർക്ക് ഇട്ട് പഠിക്കുക. ഇതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനോ ഒക്കെ തരാം. അപ്പൊ നോക്കുക, ഫസ്റ്റ് വർക്ക് ഫ്ലോയിൽ വരുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീറ്റ് ആണ്. റിസീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുക. റിസീറ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക, റിസീവ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റിൻസിങ് ആണ്. റിൻസ് ചെയ്യാന്ന് വെച്ചാൽ കഴുകുക. റിൻസ് ചെയ്യുന്നു, റിൻസിങ്. പിന്നെ CSSD വർക്ക് ഫ്ലോ ആട്ടോ. വർക്ക് ഫ്ലോ ഓഫ് CSSD ആദ്യം റിസീറ്റ് എന്ന് വെച്ചാൽ റിസീവ്, സ്വീകരിക്കുക. പിന്നെ അത് കഴുകുക, റിൻസിങ് ചെയ്യുക. പിന്നെ അടുത്ത് ക്ലീനിങ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലീനിങ്, ക്ലീൻ ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കി, ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഡ്രൈയിങ്, അത് ഉണക്കുന്നു. ആ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡ്രൈ ആക്കുന്നു, ഉണക്കുന്നു. നെക്സ്റ്റ് ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ചെക്ക് ചെയ്യുന്നു. അതിൽ ഇനി എന്തെങ്കിലും എന്താ ഉപയോഗിക്കാൻ പറ്റാത്തയുണ്ടോ, അതിന് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊന്ന് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ട്രേ അസംബ്ലിങ്, ഓരോ ട്രേയിലേക്ക് അത് അസംബിൾ ചെയ്യുന്നു. ട്രേ അസംബ്ലിങ്. നെക്സ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോകുന്നത് സ്റ്റെറിലൈസേഷനിലായിട്ടാണ്. സ്റ്റെറിലൈസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലേബലിംഗ്, അവിടെ ലേബൽ ചെയ്യുന്നു. പിന്നെ അത് താൽക്കാലികമായിട്ട് ആ CSSD-യിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഒന്നും എക്സാമിനൊന്നും ചോദിക്കില്ല. ഇതിന്റെ വർക്ക് ഫ്ലോ നിങ്ങൾ ഒന്ന് നോട്ടിലേക്ക് ഒന്ന് എഴുതി വെച്ചോ. ഓക്കെ, വർക്ക് ഫ്ലോ ഓഫ് CSSD എന്ന് പറഞ്ഞ് ഒരു ആരോ മാർക്ക് ഇട്ട് എഴുതിയാൽ മതി. റിസീറ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണോ വർക്ക് ഫ്ലോ? ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ലേബൽ ചെയ്യും. ഏതൊക്കെ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു പേര് കൊടുക്കും. അതാണ് ലേബൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കണം. റിൻസിംഗ് എന്ന് വെച്ചാൽ എന്താ? റിൻസ് ചെയ്യുക, കഴുകുക. വെറുതെ ഒന്ന് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യുന്നു. ഓക്കെ, റിൻസിംഗ്, കഴുകുക എന്നുള്ളതാണ് റിൻസിംഗ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നു, കുറച്ചും കൂടി. പിന്നെ ഡ്രൈ ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ട്രേയിലേക്ക് അസംബിൾ ചെയ്യുന്നു. അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലേബലിംഗ് ചെയ്യുന്നു. സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓർഗാനോഗ്രാം ആണ്. CSSD-യുടെ ഓർഗാനോഗ്രാം വെച്ചതുപോലെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSSD? CSSD ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഓർഗാനോഗ്രാം നോക്കിയേ. CSSD ഇൻചാർജ് ഓർ മാനേജർ. ഏറ്റവും ടോപ്പിൽ ആരാ? CSSD ഇൻചാർജ്, ദാറ്റ് ഈസ് മാനേജർ. നെക്സ്റ്റ് താഴെ CSSD ടെക്നീഷ്യൻ. അതിന് തൊട്ട് താഴെയാണ് CSSD ടെക്നീഷ്യൻ വരുന്നത്. നെക്സ്റ്റ് ആണ് CSSD അസിസ്റ്റന്റ്.
അസിസ്റ്റന്റുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലർക്സ് ആൻഡ് സ്റ്റോർ കീപ്പേഴ്സ്, ക്ലർക്കുകള് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്. നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വരുന്നുണ്ട്. ഇതും വേറെ എന്താ പറയാ, ഇതും നിങ്ങൾ ആ ഓർഗാനോഗ്രാം ആയിട്ട് നോട്ടിലേക്ക് ഒന്ന് വരച്ചു വെച്ചേക്കാം കേട്ടോ. ഓർഗാനോഗ്രാം ഇതും ഇതിന്റെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSSD. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഓർഡർ മാറിപ്പോവാതെ കറക്റ്റ് ഓർഡറിലാണ്. അത് ഓർഡർ തെറ്റിച്ച് തരാം നിങ്ങൾക്ക് ആ ഫ്ലോ ചാർട്ട് തന്നെ. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിരിക്കും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഫസ്റ്റ് നോക്കിയേ CSSD ഇൻചാർജ് ഓർ മാനേജർ. നെക്സ്റ്റ് തൊട്ട് താഴെ CSSD ടെക്നീഷ്യൻ വരുന്നുണ്ട്, CSSD അസിസ്റ്റൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പേഴ്സ്. നെക്സ്റ്റ് വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓർഗാനോഗ്രാം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫങ്ഷണൽ ഏരിയാസ്. ജസ്റ്റ് ഫങ്ഷണൽ ഏരിയ മാത്രം ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD ഫങ്ഷണൽ ഏരിയ. There are 6 functional areas in CSSD. 6 ഫങ്ഷണൽ ഏരിയ ആണുള്ളത്. CSSD-ല് 6 ഫങ്ഷണൽ ഏരിയ ആണ്. അത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, CSSD-യുടെ 6 ഫങ്ഷണൽ ഏരിയ. ഫസ്റ്റ് ആണ് റിസീവിംഗ് ഏരിയ. ഈ എക്യുപ്മെന്റ്സുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്വീകരിക്കുന്ന ഏരിയ, അതാണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. റിസീവിംഗ് ഏരിയ. നെക്സ്റ്റ് ആണ് ക്ലീനിങ് ഏരിയ. റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് ക്ലീൻ ചെയ്യും. ക്ലീനിങ് ഏരിയയിലേക്ക് പോകും. ഇത് ഫങ്ഷണൽ ഏരിയ ചോദിക്കുമ്പോൾ ഈ 6 വരുന്നത്. വർക്ക് ഫ്ലോയിൽ വന്നതല്ല. ഇത് ഫങ്ഷണൽ ഏരിയ. ഈ 6 ഇതുപോലെ ഓർഡർ തന്നെ പഠിക്കണം. ഇതിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓരോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ മെറ്റീരിയൽ ഏത് ഏരിയയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് റിസീവിംഗ് ഏരിയ, അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഏരിയയിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലീനിങ് ചെയ്തിട്ട് അവിടെ പാക്ക് ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. എന്തുകൊണ്ടാ? നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഉപയോഗിച്ചല്ലേ പാക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തു അണുവിമുക്തമാക്കി. നമ്മൾ നോക്കിയ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുകയാണെങ്കിലോ വീണ്ടും അതിലൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുന്നു. പിന്നെ അടുത്തത് സ്റ്റോറേജ്. താൽക്കാലികമായിട്ട് അവിടെ CSSD ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അത് കഴിഞ്ഞിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആവശ്യം അതനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ഇപ്പൊ ഏതൊക്കെയാണ് ഏരിയാസ്? ഫങ്ഷണൽ ഏരിയ, റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അങ്ങനെ 6 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. ഓക്കെ, ഇത്രയും മതിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എഴുതാട്ടോ. ഓക്കെ, നമ്മുടെ കുറച്ച് സമയം പോയത് കൊണ്ടാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് നോക്കി നിങ്ങളപ്പോ. ഓക്കെ, നോക്കിയേ വേഗം. നമ്മൾ ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞ CSSD ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് പറഞ്ഞു. ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മാലിന്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ CSSD ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അത് സ്റ്റെറിലൈസിംഗ് എന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കുക. സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക. അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ? അല്ലെങ്കിലോ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് തന്നെ കണ്ടാമിനേറ്റഡ്, അതിലും വല്ല ബാക്ടീരിയോ ഫംഗസോ അങ്ങനെയുള്ള വൈറസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വൂണ്ടിക്കട് തന്നെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിസർ തന്നെ ഉപയോഗിക്കുകയാണെങ്കിലോ ആ വൂണ്ടിക്കട് തന്നെ വീണ്ടും ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എന്താ പ്രോപ്പർ ആയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഫങ്ഷൻസ് ആണ്. അത് 7 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതെല്ലാവരും ഒന്നുകൂടി വായിച്ചു നോക്കുക.
ഇനി നമ്മൾ ഡിസൈനിങ് പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞ പ്രത്യേകം ഇതൊന്നുമില്ല, അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് യൂണി ഡയറക്ഷൻ അത് അണ്ടർലൈൻ ചെയ്തെടുക്കുക. ലേ ഔട്ട് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ യൂണി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ 3 സോണുകൾ പറഞ്ഞു, സോൾഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. അതിന്റെ ഓരോന്നിന്റെ ഇടയ്ക്ക് ഫിസിക്കൽ ഫെൻസിങ് ഓർ ബാരിയർ തടസ്സമുണ്ട് എന്ന് വെച്ചാൽ അത് വീണ്ടും എന്താണ് ആ എലിമെന്റ്സുകള് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സോണുകളും തമ്മിൽ ബാരിയർ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് വർക്ക് ഫ്ലോ ആണ്. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. അത് ഇന്ന് തന്നെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇതിന്റെ വർക്ക് ഫ്ലോ ആയിട്ടൊന്ന് ഇത് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇതുകൂടി ക്ലിയർ ആവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഓർഗാനോഗ്രാം ആണ്, അതും ഒന്ന് പഠിക്കാം ഓർഗാനോഗ്രാം. പിന്നെ നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു. CSSTയില് എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്നാ പറഞ്ഞേ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. 6 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ, ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നിങ്ങള് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ബ്ലഡ് ബാങ്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ക്ലാസ് അതിന്റെ ചെയ്തോട്ടെ. Okay, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.